ാണ് പോയത്. ആ ഷോക്കിൽ നിന്ന് അമ്മ വിട്ടുമാറിയിട്ടുണ്ടോ? വിട്ടുമാറിയില്ല. എങ്ങനെ ഷോക്കിൽ നിന്ന് വിട്ടുമാറാം? നെഞ്ചിന്റെ ഉള്ളിൽ ബോംബ് വീണ പോലെയായിരുന്നു. എവിടെയായിരുന്നു അമ്മ? ഈ വീടിന്റെ ഏത് ഭാഗത്തായിരുന്നു? ഞാൻ പുറത്തേക്ക് അനിയന്റെ വീട്ടിലേക്ക് പോയതാ കുഞ്ഞിനെയും കൊണ്ട്. അപ്പോഴാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടായത്. സൗണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ആ വീടിന്റെ എല്ലാ ഗ്ലാസും പൊട്ടിത്തെറിക്കുക, മഴ വീണ പോലെയായിരുന്നു. ചേട്ടൻ എവിടെയായിരുന്നു? ചേട്ടൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ചേട്ടൻ ജോലി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോ അപ്പൊ ഇത് അറിഞ്ഞ് വേറെ ആൾ പറഞ്ഞു ഇങ്ങനെ ഓടൊക്കെ ഇടിഞ്ഞു പോയിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ ഞാൻ ഓടി വന്നതാ. അതെന്തൊക്കെ അതാക്കാന്ന് അറിയാം. ഒരു സ്ഥലത്തുനിന്ന് വന്നതാ. ഇപ്പൊ മകളും മോളുടെ ഭർത്താവും ഒക്കെ ഇത് കേട്ട് വന്നതാ. ഇപ്പൊ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. കുഞ്ഞിവിടെ ഉണ്ടായിരുന്നെങ്കിൽ? കുഞ്ഞുണ്ടായിരുന്നു. ഞാനും കൂടി മുറ്റത്തേക്ക് ഇറങ്ങിയോണ്ട് 3 വയസ്സായ കുഞ്ഞുണ്ടായിരുന്നു എന്റെ കയ്യില്. അമ്പലത്തിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാം. വന്നതാ. അമ്പലത്തിൽ പോയി തൊഴിലിട്ട് വന്ന ഇവിടെ വന്നതാ. പിന്നെ എന്തോ എനിക്ക് തോന്നി അനിയന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയതാ. ആ സമയത്താണ് ഈ ഇതുണ്ടായിരുന്നു. ഒരു 10 മണിയായിട്ടുണ്ടാവും തോന്നുന്നു. സമയം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ സമയത്താണ് ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ നമുക്ക് ഇതെന്താ പിടിക്കുന്ന സൗണ്ട് കേട്ടു, ചില്ലെല്ലാം തെറിച്ച് വീണുണ്ടു. എന്താ പക്ഷെ ബാക്കിൽ ഉള്ള ആൾക്കാരാ പറഞ്ഞ ഗേറ്റ് പൂട്ടിയിട്ടേക്ക് വരുന്നു. ബാക്കിൽ നിന്ന് ഇങ്ങനെ എന്തോ അവിടെ കിടന്ന് പുകയണമെന്ന് തോന്നുന്നു. അപ്പൊ വേഗം പുറകിലെ ഗേറ്റ് തുറന്ന് അപ്പുറത്തെ കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ബാക്കിലെ ബാത്റൂമിന്റെ മുകളിൽ എന്തോ പുകയിട്ട് അവര് വെള്ളം ഒഴിച്ച് കിടത്തു ചെയ്ത്. ഇതിന്റെ മുകളിൽ തീ പിടിച്ചു? തീ പിടിച്ചില്ല, പുകയുണ്ടായിരുന്നു. ആയിരിക്കും. എന്നിട്ട് അവര് വെള്ളം ഒഴിച്ച് കിടത്തിന്ന് പറഞ്ഞവര്. നമുക്ക് കാണാൻ പറ്റില്ല, ബാക്കിലുള്ളവർക്ക് കാണാൻ പറ്റില്ല അവിടെ. പിന്നെ ഗേറ്റ് തുറന്നു കൊടുത്ത് അപ്പൊ ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഇവിടെയുള്ള വെള്ളം ഒഴിച്ച് ഓസിട്ട് അവർ കിടത്തിയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ പോലും ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണല്ലേ? ഇല്ല, ആൾക്കാരുണ്ടായിരുന്നു. ഇല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടുന്ന് എല്ലാവരും ഓടി വന്നിരുന്നു. ആരൊക്കെയെന്ന് അറിയില്ല. ആൾക്കാർ ഇഷ്ടം പോലെ വന്നു. അവര് വന്നുകൊണ്ടല്ലേ അത് കിടത്താൻ പറ്റി. അമ്മയ്ക്കൊപ്പം ഇവിടെ ആരുമില്ലായിരുന്നല്ലേ വീട്ടില്? വീട്ടിലായിരുന്നു. പിന്നെ അവിടെയും എന്റെ അനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഞാനും കുഞ്ഞും പുറത്തു പോയി അവരുടെ വീട്ടില് ഫ്രണ്ടിൽ വന്നോണ്ട് നമുക്ക്. എത്ര വയസ്സുള്ള കുഞ്ഞായിരുന്നു? 3 വയസ്സുള്ള. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നു. കുഞ്ഞിരുന്ന് കളിച്ചതേ കണ്ട കളിപ്പാട്ടം കണ്ട. കൊച്ചു കളിച്ചോണ്ടിരുന്ന കളിപ്പാട്ടം അത്. ആ കൊച്ചു അവിടെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം തലയിലേക്ക് വന്ന് വീണിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു. അത് സെക്കൻഡുകളുടെ അത്ര നല്ല സമയം. നമ്മുടെ സമയം നല്ലതുപോലെ. ആ കുഞ്ഞിന്റെയും എന്റെയും ഇതെങ്ങനെ. 3 വയസ്സുള്ളൊരു കുഞ്ഞുമായി ഈ വീട്ടിലുണ്ടായിരുന്ന അമ്മയാണ് സംസാരിച്ചത്. എന്തായാലും അകത്തേക്ക് ഇപ്പോൾ കയറാറായിട്ടില്ല. കാരണം ഭിത്തിയും മേൽക്കൂരും ഒക്കെ തകർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് മച്ച് തകർന്നിട്ടുണ്ട്, തടിയും ഓടും തകർന്നു വീണിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വീട്ടിനുള്ളിലേക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ തന്നെ ആ നിലത്ത് അതിന്റെ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും ചില്ലുകളും ഒക്കെ തകർന്നിരിക്കുകയാണ്. ഏറെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ്. സ്വന്തം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് 3 വയസ്സുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞുമായി ഈ അമ്മ പുറത്തേക്ക് പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ കുഞ്ഞ് അകത്ത് കളിച്ചുകൊണ്ടിരുന്നതാണ്. കളിപ്പാട്ടവുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്. വളരെ വലിയൊരു അപകടം.